ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കാൻ ഗീത കാണിച്ചു തരുന്ന മാർഗങ്ങൾ നാം അത് ജീവിതത്തിൽ ശീലിക്കുകയാണെങ്കിൽ ഒരു പരിവർത്തനം വന്നൊരു ജീവിതം നമുക്കുണ്ടാവും. ഇന്ന് നമ്മളെ സംബന്ധിച്ച് എങ്ങനെയുള്ള ജീവിതമായാലാണ് ഒരു വിജയിച്ച ജീവിതമാവുക എന്നത് നാം ഏറെ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന വൈറസുകളും ആരോഗ്യ പ്രതിസന്ധികളും ഒരുപാട് മാനസിക സംഘർഷങ്ങളും നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെ വിജയിക്കും എന്നറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതം ഒരു വൻ പരാജയമായിരിക്കും. ഒരുപക്ഷെ നാം സ്വപ്നം കാണുന്ന ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റാതെ വരും. അപ്പം അതുകൊണ്ട് ഒരു യഥാർത്ഥ ജീവിതം, സുന്ദരമായ ജീവിതം, മരിക്കുന്നത് വരെ ആരോഗ്യത്തോടെ, മനഃശക്തിയോടെ, മനസ്സംതൃപ്തിയോടെ നമുക്ക് ജീവിക്കണമെങ്കിൽ ഭഗവത്ഗീത കാണിച്ചു തരുന്ന മാർഗങ്ങളെ നാം ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് പരിശീലിക്കേണ്ടതുണ്ട്. നാം എത്തി നിൽക്കുന്നത് ഗീതയിലെ 3-ാം അധ്യായത്തിലെ 16-ാം ശ്ലോകത്തിലാണ്. കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തു. എങ്കിലും നമ്മളത് ശരിക്കും ഉൾക്കൊള്ളണം. ആ ശ്ലോകം ഒരിക്കൽ കൂടി നമുക്ക് ചൊല്ലാം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയ അഘായൂരിന്ദ്രിയാരാമോ മോകം പാർത്ഥ സജീവതി. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടു, ജീവിതം എന്ന് പറയുന്നൊരു യജ്ഞമാണ്. സഹവർത്തിത്വത്തിൽ നടക്കുന്ന ചലനങ്ങളാണ്. ആ സഹവർത്തിത്വം എന്നത് ചില നിയമങ്ങളെ ആസ്പദമാക്കി പലതും ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നാം ഇവിടെ നിലനിൽക്കുന്നത്. അപ്പം ആ സഹവർത്തിത്വം, ആ യജ്ഞ സംസ്കാരത്തെ, ആ നിയമങ്ങളെ നാം ഉൾക്കൊള്ളാതെ ജീവിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ പറയുന്നു ന അനുവർത്തയതി. ഈ ചക്രത്തെ, അപ്പം ചക്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉരുളുന്നൊരു സാധനം നല്ല അർത്ഥം. ഒരു യജ്ഞചക്രം, സഹവർത്തിത്വത്തിൻ്റെ ചക്രം, ഒരു നിയമത്തിൻ്റെ ചക്രം നാം അനുസരിക്കാതെ ജീവിച്ചാൽ ന അനുവർത്തയതി, ആവർത്തയതി, അത് നമ്മൾ അനുസരിക്കുന്നില്ല എങ്കിൽ, ആവർത്തിക്കുന്നില്ല, പരിശീലിക്കുന്നില്ല എങ്കിൽ അകായു, അകം എന്ന് പറഞ്ഞാൽ പാപം, അവൻ പാപത്തെ ഭുജിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ രോഗത്തെ ഭുജിക്കുന്നവനാണ്. പാപം എന്ന് പറഞ്ഞാൽ രോഗം. അതാണ് ചരകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ദൃശ്യതേ ജായതേ എന്ന് പറഞ്ഞാൽ നാം മുമ്പ് ജീവിക്കുന്ന ജീവിത രീതികളാണ്, അല്ലെങ്കിൽ മുമ്പ് ശീലിച്ച ശീലങ്ങളാണ് പിന്നീട് രോഗങ്ങളായി മാറുന്നത്. അപ്പോൾ ഇപ്പോൾ അലസനായി ജീവിക്കുന്ന ഒരാൾക്ക് കുറേ കഴിഞ്ഞാൽ ശാരീരികമായ പല പ്രശ്നങ്ങളും വരും. കാരണം ശരീരം അലസതയിലേക്ക് പോയി, അതിൻ്റെ പ്രവർത്തനങ്ങൾ മര്യാദയ്ക്ക് നടക്കാതെയോ. അതേപോലെ അമിതമായ ഉത്കണ്ഠയും ആകാംക്ഷയും ഒക്കെ വെച്ച് ജീവിക്കുന്നവർക്ക് താളം തെറ്റിയൊരു മനസ്സ് കിട്ടും. ആഹാരത്തിൽ ശ്രദ്ധിക്കാത്തവർക്ക് രോഗമുള്ളൊരു ശരീരം കിട്ടും. അപ്പം മുൻപ് ചെയ്യുന്നത് പിന്നീട് രോഗമായി തീരും. അതുകൊണ്ട് അകായൂരിന്ദ്രിയാരാം, ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവൻ, ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി, ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി, സുഖത്തിന് വേണ്ടി അതിൽ രമിക്കുന്നവൻ ഇന്ദ്രിയാരാമൻ, നിയന്ത്രണമില്ലാത്തവൻ, മോഹം പാർത്ഥ സജീവതി, അവൻ്റെ ജീവിതം മോഹം പാർത്ഥ സജീവതി, അവരുടെ ജീവിതം വൃഥാവിലാണ്. വെറുതെ സ്വപ്നം കാണുക മാത്രമേ സാധിക്കുള്ളൂ, യാഥാർത്ഥ്യമാക്കാൻ പറ്റില്ല. കാരണം ജീവിതം യാഥാർത്ഥ്യമാക്കാനുള്ള ശാരീരികമായ ആരോഗ്യം, മാനസികമായ കരുത്ത്, ഇതൊന്നും ഇല്ലാത്തൊരാൾക്ക് ജീവിതം വെറും മിഥ്യയായ സ്വപ്നങ്ങളാണ്. മോഹം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം വെറും ഒരു ഒരു ശൂന്യതയാണ്. അത് വൃഥാവിലാണ്, അത് അർത്ഥമില്ലാത്തതാണ്, അതിനൊരിക്കലും ഒരു യാഥാർത്ഥ്യമുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് യാഥാർത്ഥ്യമുള്ളൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ നാം ഒരു സഹവർത്തിത്വത്തെ, യജ്ഞഭാവനെ ഉൾക്കൊള്ളണം. ഇനി ആ വാക്ക് വളരെ ശ്രദ്ധിക്കുക. എന്താണ് യജ്ഞം? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ശരീരം
ഈ ശരീരത്തിന് ആവശ്യമായ സാധനങ്ങൾക്കുപരി നാം കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് രോഗപ്രശ്നങ്ങളുണ്ടാക്കും. എന്തൊക്കെയായാലും നിങ്ങൾ ഗ്ലൂക്കോസ് ശരീരത്തിൽ അധികമായാൽ, സോഡിയം അധികമായാൽ, അതുപോലെ തന്നെ ഫാറ്റ് അധികമായാൽ, എന്തൊക്കെ നമ്മുടെ ശരീരത്തിൽ അധികമാകുന്നു അതൊക്കെ പ്രശ്നമാണ്. അപ്പം നാം എപ്പോഴും ഓർക്കണം, നമ്മുടെ ശരീരത്തിൽ അമിതമായ കൊഴുപ്പ്, അതുപോലെ ഷുഗർ, സോഡിയം, ഉപ്പ് ഇതൊന്നും അടിഞ്ഞുകൂടാൻ അനുവദിക്കരുത്. അപ്പം ചില നിയന്ത്രണങ്ങൾ നമുക്ക് വേണം. നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിലപ്പുറം അതെത്രയാണ് എന്നത് നാം തന്നെ തിരിച്ചറിയണം. നമ്മുടെ വാതപിത്ത കഫപ്രകൃതികളെ നമുക്ക് കാണാൻ സാധിക്കണം. കഫപ്രകൃതി കൂടുതലുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ശരീരത്തിൻ്റെ ചില താളം തെറ്റിയിട്ടുണ്ട്, ശരീരത്തിൽ അസിഡിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ ശരീരത്തിൽ കഫം ധാരാളം രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തോ ചിലതൊക്കെ ശരീരത്തിൽ കൂടുതലുണ്ട്. അപ്പം ഇത്തരം സാധനങ്ങളൊക്കെ ശരീരത്തിൽ നിന്ന് കളയാനായി നാം കാലത്തെണീറ്റ് കുറച്ച് യോഗയും കുറച്ച് എക്സസൈസും തുടങ്ങിയിട്ടൊക്കെ ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ പേരാണ് യജ്ഞസംസ്കാരം. അതായത് ഒന്നിനെ നിലനിർത്താൻ നമ്മൾ സഹകരിക്കണോ, നമ്മളെ നിലനിർത്താൻ അത് സഹകരിക്കണം. അപ്പം ആരോഗ്യം നമ്മളെ നിലനിർത്താൻ നോക്കുമ്പോൾ നാം ആരോഗ്യത്തെയും നിലനിർത്തണം. അപ്പം കഴിക്കുന്ന ആഹാരത്തിലും ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഈ വൈറസ് ഇത്ര കൂടി നിൽക്കുന്ന കാലത്ത് കുട്ടികളോട് പ്രത്യേകിച്ച് അമ്മമാർ പറയണം, അമിതമായ ചോക്ലേറ്റും ഷുഗർ സാധനങ്ങളും അതുപോലെ ഈ സോൾട്ട് അടങ്ങിയിട്ടുള്ള എന്താ പറയുക, കുറേ ലേസ് ഇത് കിട്ടുമല്ലോ, ചിപ്സുകളൊക്കെ, ഇതൊക്കെ നിങ്ങൾ മൂക്കറ്റം വാങ്ങിച്ചു കൊടുക്കും കുട്ടികൾക്ക്. ഉള്ള ബേക്കറി സാധനങ്ങളൊക്കെ കൊണ്ട് നിറയ്ക്കും കുട്ടികളുടെ എന്താ പറയുക കുട്ടികൾക്ക് ജീവിതത്തിൽ. സമയാസമയം ദഹനം പോലും നടക്കാതെ അതിനു മുമ്പ് വീണ്ടും കഴിപ്പിക്കൂ. ആദിശങ്കരാചാര്യ സ്വാമികൾ, അന്ന് കേരളം പോലും രൂപപ്പെട്ടിട്ടില്ല, ഓർക്കണം. കേരളം എന്നൊരു സംസ്ഥാനം പോലും രൂപപ്പെടാത്ത കാലഘട്ടത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ എഴുതി വച്ചിരിക്കുകയാണ്, ക്ഷുദ്വ്യാധിശ്ച ചികിത്സിതാം പ്രതിദിനം ഭിക്ഷൗഷധം ഭുജ്യതാം സ്വാദന്നം നതു യാച്യതാം വിധിവശാൽ പ്രാപ്തേന സന്തുഷ്യതാം. അദ്ദേഹത്തിൻ്റെ സാധനാ പഞ്ചകം എന്ന കൃതിയിൽ വരുന്ന ശ്ലോകമാണത്. കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് സാധനാ പഞ്ചകം. അതിൽ ഈ ശ്ലോകം പ്രത്യേകിച്ചും എല്ലാ കുട്ടികളെയും അമ്മമാർ മുതിർന്നവരും ഈ ശ്ലോകം പഠിക്കണം. ക്ഷുദ്വ്യാധിശ്ച ചികിത്സിതാം. ക്ഷുത് എന്ന് പറഞ്ഞാൽ വിശപ്പ്. ഈ വിശപ്പാണ്, ഈ വിശപ്പെന്ന രോഗത്തെ നിങ്ങൾ ചികിത്സിച്ചാലും വാസ്തവത്തിൽ വിശപ്പെന്ന ഒരു അനുഭവമാണ് ഭക്ഷണത്തിൻ്റെ രുചി കൂട്ടുന്നതും ദഹന പ്രക്രിയ കൂട്ടുന്നത്. അപ്പോൾ ഈ വിശപ്പ് വരുമ്പോൾ ഈ ശരീരത്തിന് വേണ്ടുന്ന, ദഹിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വിശക്കുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും കഴിച്ചാൽ ദഹിപ്പിക്കാനുള്ള എൻസൈമുകൾ, അതുപോലെ തന്നെ നമ്മുടെ ജഠരാഗ്നി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശരീരത്തിൽ വേണ്ടതുപോലെ പ്രവർത്തിക്കാതെ വരുമ്പോൾ ഭക്ഷണം അജീർണമാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടതാണ്, ഈ ഭക്ഷണം വേണ്ട പോലെ എന്താ പറയുക ദഹിച്ചിട്ടില്ലെങ്കിൽ ആമം അത് നമ്മുടെ ശരീരത്തിൽ ടോക്സിനായി മാറും. അപ്പോൾ ഈ ടോക്സിൻ നമ്മുടെ ശരീരത്തിൽ കഫരൂപത്തിലും വാതരൂപത്തിലും പിത്തരൂപത്തിലൊക്കെ പ്രകടമാവും. അപ്പം അതുകൊണ്ട് വിശപ്പെന്ന ഒരു എന്താ പറയുക, ആ വിശപ്പാണ് ഏറ്റവും വലിയ ഒരു നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധം എന്ന് മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ടാണ് നമുക്കൊരു സമയ ഷെഡ്യൂൾ വേണം. ആടുകളെപ്പോലെ കഴിക്കരുത്. രാവിലെ കഴിച്ചാൽ മിനിമം ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടേ അടുത്തത് കഴിക്കാൻ പാടുള്ളൂ. വീണ്ടും ഒരു 4 മണിക്കൂർ, കാരണം 4 മണിക്കൂർ സമയമെങ്കിലും ദഹനത്തിന് കൊടുക്കണം. അപ്പം ദഹനശക്തി ഉള്ള സമയത്ത് കഴിച്ചാൽ രോഗങ്ങൾ കുറയും, പ്രതിരോധ ശക്തി കൂടും. കാരണം കഴിക്കുന്നത് മുഴുവൻ പ്രോപ്പർലി ഡൈജസ്റ്റഡ് ആവും. പ്രതിരോധമുണ്ടാക്കണം. അമിതമായ ഗ്ലൂക്കോസ് ശരീരത്തിലുണ്ടാവരുത്, സോഡിയം ഉണ്ടാവരുത്. അതൊക്കെ നമുക്ക് പുറത്ത് കളയാൻ യോഗ ചെയ്യണം. കഴിക്കുന്നതിൽ കൺട്രോൾ വേണം. അതുകൊണ്ടാണ് കൃഷ്ണൻ എടുത്തു പറഞ്ഞത്, അകായോരിന്ദ്രിയാരാമോ, ഇന്ദ്രിയാരാമന്മാരായി ജീവിക്കരുത്. നമ്മുടെ നാക്കിൻ്റെ രുചിക്ക് വേണ്ടി നാം ജീവിച്ചു കഴിഞ്ഞാൽ അത് മാരക രോഗങ്ങളിലേക്കുള്ള യാത്രയാണ്. ഇന്ന് ക്യാൻസർ എന്താ ഇത്ര കൂടിയിരിക്കുന്നത്? ആഹാര ശുദ്ധോ സപ്തശുദ്ധി. ഋഷിവര്യന്മാർ പറഞ്ഞിരിക്കുകയാണ്, ആഹാരത്തിൽ കുറെ കൺട്രോൾ വരുത്തണം. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ ശരീരത്തിന് എന്തും അങ്ങോട്ട് കൊടുക്കാം, അതൊക്കെ ശരീരം താങ്ങിക്കൊള്ളുന്നു.
ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുള്ള ലേസൊക്കെ കഴിച്ചോളൂ, പക്ഷേ നാളെ ബ്ലഡ് പ്രഷർ മാറി ബ്ലഡ് പ്രഷർ കൂടിയെന്ന് പറഞ്ഞ് നടക്കരുത്. കാരണം നിങ്ങൾ ആരോഗ്യം കേടുവരുത്തുന്ന ഭക്ഷണം കഴിച്ചു. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാ മനുഷ്യൻ ജീവിക്കുന്നത്? ചാവാനാണ് ജീവിക്കുന്നെങ്കിൽ എളുപ്പത്തിൽ ചാവോ. വെറുതെ എങ്ങനെ കഷ്ടപ്പെട്ട് നരകിച്ച് ദുഃഖിച്ച് ചാവുന്നതിനേക്കാളും നല്ലത് എന്നവന് മനുഷ്യൻ എളുപ്പം കൊണ്ട് മരിച്ചു പോവല്ലേ നല്ലത്. ചാവാനല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്. മരിക്കുന്നത് വരെ ആരോഗ്യത്തോടെ, ഊർജത്തോടെ, ഉന്മേഷത്തോടെ, ഉത്സാഹത്തോടെ ജീവിക്കണം. അപ്പോൾ ചുമരുണ്ടെങ്കിലേ എഴുതാൻ പറ്റുള്ളൂ. ചുമര് കേടുവരുത്തരുത്, ആരോഗ്യം കേടുവരുത്തരുത്. അതുകൊണ്ട് യജ്ഞഭാവന വേണം. ഇതിലെത്രത്തോളം വേണം ഓരോന്നുമെന്ന് നമുക്കറിഞ്ഞ് അതിലധികം കൂടുതൽ കൊടുക്കരുത്. രോഗിക്ക് എത്ര മരുന്ന് വേണമെന്ന് ഡോക്ടർക്കറിയാം. രോഗി പറയാം, ഡോക്ടർ തീരുമാനിക്കില്ലല്ല, ഞാൻ തീരുമാനിക്കുന്നത്. ഡോക്ടർ ഒരു 500 mg ആൻറ്റിബയോട്ടിക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2 കഴിക്കും. കഴിച്ചോളൂ. ഡോക്ടർക്ക് എന്ത് ചെയ്താം? നിങ്ങളുടെ ജീവിതം തകർക്കാൻ നിങ്ങൾക്ക് 2 or 3 കഴിക്കാം. ചോയ്സ് ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതല്ല, ഒരു ഡോക്ടർക്ക് എന്നെക്കാളും ഈ കാര്യത്തിൽ വിവരമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തെ നിലനിർത്താം. അപ്പം അതുപോലെ ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ എത്രത്തോളം നമ്മൾ കഴിക്കണം, കഴിക്കാതിരിക്കണം എന്ന്. 6-ാം അധ്യായത്തിലൊക്കെ വളരെ ഡീറ്റെയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്. യുക്താഹാര വിഹാരസ്യ, അതൊക്കെ നമുക്ക് ആ സമയത്ത് കാണാം. അതുപോലെ 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് സാത്വികാഹാരം, രാജസിഹാരം, താമസിഹാരം. ഏതെല്ലാമാണ് സാത്വികാഹാരം? നമ്മുടെ ബുദ്ധി പോലും വികസിപ്പിക്കാൻ സഹായിക്കുന്ന ആഹാരം. ഏതാണ് രാജസികം, ഏതാണ് താമസികം? ഇന്ന് മെഡിക്കൽ ഡോക്ടർമാർ പോലും വഴിതെറ്റിക്കുന്നു സമൂഹത്തെ. നിങ്ങളിത് കഴിച്ചാൽ നിങ്ങൾക്ക് ഇത്ര പ്രോട്ടീൻ കിട്ടും. പക്ഷേ എനിക്ക് ഡോക്ടർമാരോട് പറയാനുള്ളത് ഒരു കാര്യം, നിങ്ങൾ പലപ്പോഴും ഉണ്ടല്ലോ ഈ വെജിറ്റേറിയൻ ആയുള്ള ആളുകളോട് പറയും മുട്ട കഴിക്കൂ, പ്രോട്ടീൻ. നോക്കൂ, ഈ മുട്ട എന്ന് പറയുന്നത് വേറെയും ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അതിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റോണും വരുത്തി വയ്ക്കരുത്. അപ്പോൾ ഈ തരത്തിൽ എല്ലാം ആണ് പെർഫെക്റ്റ് എന്ന് വിചാരിക്കരുത്. ഒരു പെർഫെക്റ്റ് എന്ന് നിങ്ങൾ പറയുന്നതിൽ ഇൻപെർഫെക്റ്റ് സാധനങ്ങളുണ്ട്. എല്ലാം നിങ്ങൾ വിചാരിക്കരുത് അത് ശരിയാണെന്ന്. ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറയുന്നതിൽ അർത്ഥമുണ്ട്. എനിക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. എത്രയോ ആളുകൾ, അങ്ങനെ ശീലിച്ച ആളുകൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് വെജിറ്റേറിയൻ മാത്രമാണ് ശരിയെന്നല്ല. ഓരോരുത്തരുടെ ശരീരത്തിനും ചില പ്രകൃതങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ആ പ്രകൃതത്തിനനുസരിച്ച് അവർക്കൊരു പക്ഷേ ശരീരത്തിൽ കൂടുതൽ കാൽഷ്യവും അതുപോലെ തന്നെ കൂടുതൽ പ്രോട്ടീനും വേണ്ടവർക്കൊരു പക്ഷേ ഇതൊക്കെ വേണ്ടതായിട്ട് വരാം. എല്ലാവർക്കും ഒരുപോലെയാണ് കാര്യങ്ങളെന്ന് പറയരുത്. കാരണം ഓരോരുത്തരുടെ ജീവിത രീതികളിലെ വ്യത്യാസം, ഓരോരുത്തരും അനുഷ്ഠിക്കുന്ന ചില അഭ്യാസങ്ങളുടെ വ്യത്യാസം, അതിനൊക്കെ ശരീരപ്രകൃതത്തിന് വ്യത്യാസമുണ്ട്. നിൽക്കട്ടെ. പ്രതിദിനം ഭിക്ഷൌഷധം ഭുജ്യത എന്നും നമ്മൾ ഭിക്ഷ ഔഷധം ഒരു ഔഷധമാണ് ആഹാരം എന്ന് വെച്ചാൽ എന്താണ് ഭിക്ഷ ഔഷധം എന്ന് പറഞ്ഞാൽ? ഇവിടെ ഭിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി രാവിലെ തന്നെ ഭിക്ഷ എടുത്ത് യാചിച്ച് കഴിക്കണം എന്നല്ല ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. ഒരു സന്യാസി ഭിക്ഷ എടുക്കുമ്പോൾ അത് എത്രയേ വാങ്ങിക്കാവൂ എന്നുള്ളൊരു കണക്കുണ്ട്. 3 വീടുകളിൽ മാത്രമേ പോകാവൂ. അതൊന്ന് 3 വീടുകളിൽ പോയിട്ട് 3 വീട്ടിൽ നിന്ന് പോയി വാങ്ങിക്കണം എന്നല്ല, പോവാൻ മാക്സിമം ആ 3 വീട്ടിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് കിട്ടിയാൽ മറ്റു വീടുകളിൽ പോരുത്. അപ്പോൾ ആദ്യത്തെ വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത വീട്, അവിടെയും കിട്ടിയില്ലെങ്കിൽ 3ാമത്തെ, പിന്നെ അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ അന്ന് വേണ്ടാന്ന് വെക്കണം എന്നൊക്കെയാണ്. ഇപ്പം മിനിമം ഒരു 3 വീടുകൾ എന്ന് പറയുന്നത് 3 വീട്ടിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ടല്ല, എവിടെന്നെങ്കിലും കിട്ടിയാൽ അവിടെ കൊണ്ടത് സംതൃപ്തമായിക്കൊള്ളണം. അതും വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ നമ്മൾ ചില സമയത്ത് കഴിക്കാവൂ. അതായത് നമുക്ക് ബോധം ഉണ്ടാവണം, രാവിലെ എത്ര കഴിക്കാം, ഉച്ചയ്ക്ക് എത്ര കഴിക്കാം, രാത്രി എത്ര കഴിക്കാം. രാത്രിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ, സൂര്യൻ അസ്തമിച്ചാൽ ജഡരാഗ്നി കുറയും. ആ സമയത്ത് നോൺ വെജൊക്കെ കയറി തട്ടി വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ബാലൻസ് തെറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് രാത്രി കൂടുതൽ നോൺ വെജ് കഴിക്കുന്ന സംസ്കാരമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ആശുപത്രികളെ നിങ്ങൾക്ക് കാണാം. അവിടുത്തെ രോഗികൾ ആരാ കൂടുതൽ വരുന്നതെന്ന് നോക്കൂ നിങ്ങൾ. അതെന്തേ ഇവരെത്ര കൂടുതൽ രോഗികൾ അവിടെ വരാൻ കാരണം? അതിൻ്റെ അർത്ഥം അവർ ആരോഗ്യം ശരിയില്ല. എന്താണ് ആരോഗ്യം കേടുവരാൻ കാരണം? ആഹാര രീതി ശരിയല്ല. അപ്പം ആഹാര രീതി മാറ്റം വരുത്താതെ ആരോഗ്യത്തെ നമുക്ക് സ്ഥിരപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അതിനെന്ത് വേണം? ഭിക്ഷ ഔഷധം. നമുക്ക് മനസ്സിലാവണം. ഉച്ചയ്ക്ക് നിങ്ങൾ കേട്ടില്ലേ യൂറോപ്യൻസ് പറയുന്നത് രാവിലെ കുറച്ചധികം കഴിക്കാം, കാരണം ദഹനശക്തി കൂടുതലുള്ള സമയമാണ്. ഉച്ചയ്ക്ക് അത്ര കഴിക്കരുത്, കുറച്ച് കുറവ്. നമ്മുടെ കേരളത്തിൻ്റെ സമ്പ്രദായം വേറെയാണ്. രാവിലെ കുറച്ച് കുറവ്, ഉച്ചയ്ക്ക് കൊല്ല കൂടുതൽ. ഓക്കെ, അതും കുഴപ്പമില്ല, കാരണം ജഡരാഗ്നി ഉള്ള സമയമാണ്, ദഹിച്ചു.
പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ വളരെ ലൈറ്റായിട്ട് കഴിക്കുന്ന ഒരു സംസ്കാരം. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ രാവിലെ എന്ന് പറയുന്നത് എല്ലാവർക്കും 11 മണിയാണ് ഓരോ വീടുകളിലും. ഉച്ച എന്ന് പറയുന്നത് 4 മണിയാണ്. അത് കഴിഞ്ഞിട്ട് രാത്രിയാണ് ഏറ്റവും വലിയ സമൃദ്ധാഹാരം. എങ്ങനെ രോഗം വരാതിരിക്കും നിങ്ങൾ പറയും. പിന്നെ പറയണത് സ്വാദുന്നം നതു യാച്യതാം. സ്വാദു അന്നം, നാവിന് രുചി കൊടുക്കുന്ന ആഹാരം നതു യാച്യതാം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? സ്വാദുള്ളത് കഴിക്കരുതെന്നാണോ? ശങ്കരാചാര്യസ്വാമികൾ അതല്ല ഉദ്ദേശിച്ചത്. സ്വാദുള്ളതേ കഴിക്കാവൂ. പിന്നെ എന്താണ് അങ്ങനെ പറഞ്ഞത്? സ്വാദു അന്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാക്കിനൊരു രുചി, നമ്മൾ പ്രധാനമായിട്ട് ഉപ്പും എരിവും മധുരമാണല്ലോ ഈ രസങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നത്. കയ്പും മറ്റുള്ള ചവർപ്പും നമുക്ക് ഇഷ്ടമാണെങ്കിലും അത്ര അധികം ഇഷ്ടമാവില്ല. ഇത് വളരെ കൂടുതൽ ഇഷ്ടമായിരിക്കും. ചിലർക്ക് ഉപ്പ് രസം വളരെ ഇഷ്ടമാണ്, ചിലർക്ക് മധുരം വളരെ ഇഷ്ടമാണ്, ചിലർക്ക് എരിവ് വളരെ ഇഷ്ടമാണ്. പച്ചമുളകൊക്കെ 2ഉം 3ഉം വെച്ച് കടിച്ച് കയറ്റുന്നത് കണ്ടില്ലേ? ഈ ആഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഏത് നമുക്ക് കൺട്രോളില്ലാതെ നമ്മൾ കഴിക്കുന്നുണ്ടോ, ഞാൻ പറഞ്ഞു ഷുഗർ അമിതമായി കഴിച്ചാൽ ഗ്ലൂക്കോസിൻ്റെ അംശം കൂടും, വൈറസുകൾക്ക് നിൽക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ കൊറോണയെക്കുറിച്ച് തന്നെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ഗ്ലൂക്കോസ് അധികമുള്ള ശരീരത്തിലാണ് ഈ വൈറസ് സ്ഥിരമായി നിൽക്കുക. അതേപോലെ തന്നെ ബ്ലഡ് പ്രഷറും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലാർക്കാണ്? കൂടുതൽ ഉപ്പുള്ളത് കഴിക്കുമ്പോഴാണ് അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. പിന്നെ എരിവ് കഴിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റേതായിട്ടുള്ള അവരുടെ ആ സെൻസിറ്റിവിറ്റി, വളരെ ശരീരത്തിന് പെട്ടെന്ന് എടുത്തിയാട്ടം പ്രവൃത്തി ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് കൂടുതൽ അതൊക്കെ പിന്നീട് സംസാരിക്കാം, കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ അത് ഇപ്പം ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. പറഞ്ഞു വരുന്നത്, നാക്കിന് കൂടുതൽ രുചി ഉള്ളത് അമിതമായി കൊടുക്കരുത്. എല്ലാറ്റിനും ഒരു നിയന്ത്രണം വേണം. അമിതമായാൽ അമൃതം വിഷം എന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇന്ന് കുട്ടികളെ ആ രീതിയിലല്ല വളർത്തുന്നത്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അമ്മമാർ ശ്രദ്ധിക്കാത്ത കാര്യം, അവർക്കിഷ്ടമാണ് നൂഡിൽസ്, അതുകൊണ്ട് ഞാൻ എന്നും ഉണ്ടാക്കി കൊടുക്കണു. അവർക്കിഷ്ടമാണ് പൊറോട്ട, ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കണു. അവർക്കിഷ്ടമാണ് അത്, ഞാൻ വാങ്ങിച്ചു കൊടുക്കണു. നോക്കൂ, നിങ്ങൾ ആ കുട്ടിയെ കൊല്ലാൻ കൊടുക്കില്ലേ? മരണത്തിന് വിട്ടുകൊടുക്കുകയാണ് രോഗങ്ങൾ വന്നിട്ട്. അപ്പോൾ ആ കുട്ടിക്ക് ശരീരത്തിൽ എത്ര എന്ത് വേണം എന്നൊരു തിരിച്ചറിവ് ഇത് വാങ്ങിച്ചു കൊടുക്കുന്ന അമ്മമാർക്കില്ലെങ്കിൽ പിന്നെ ആർക്കുണ്ടാവും? സത്യത്തിൽ ഇന്ന് കൊലയാളികളായിട്ട് നിൽക്കുന്നത് സ്വന്തം വീട്ടുകാർ തന്നെയാണ്. കുട്ടികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുമ്പോൾ വാശി പിടിച്ച് അവർ കരയുമ്പോഴും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, ഇത് കഴിച്ചാൽ ഇതാണ് അസുഖം, ഇത് കഴിച്ചാൽ ഇതാണ് പ്രശ്നം. അങ്ങനെ വളർത്താൻ സാധിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ആരോഗ്യമുണ്ടാവൂ. അപ്പം ശരീരത്തിന് ആവശ്യമുള്ളത് ശരീരത്തിന് കൊടുക്കണം. ആവശ്യത്തിൽ കൂടുതലുള്ളതിനെ ശരീരത്തിന് പുറന്തള്ളാൻ ദിവസവും നമ്മുടെ ശരീരത്തിന് ചില പ്രയത്നങ്ങൾ ആവശ്യമുണ്ട്, പരിശീലനങ്ങൾ ആവശ്യമുണ്ട്. ഇങ്ങനെ നാം ശീലിച്ചിട്ടില്ല എങ്കിൽ ഇങ്ങോട്ട് തരുന്നതിനെ നാം വേണ്ട വിധത്തിൽ നിലനിർത്താൻ അങ്ങോട്ട് ചില പരിശീലനങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു സഹവർത്തിത്വത്തിൽ ഇത് കൊണ്ടു നടന്നിട്ടില്ല എങ്കിൽ ഇവിടെ നമുക്കുണ്ടാവാൻ പോകുന്നത് മഹാദുരന്തമായിരിക്കും. അതാണ് അകായൂരിന്ദ്രിയാരാമോ മോഖം പാർത്ത സജീവതി. ജീവിതം ചെറുപ്പത്തിൽ തന്നെ പൊലിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നത് എത്ര സത്യമാണ്. ഇതൊരു യജ്ഞമാണ്, ഇതൊരു യജ്ഞചക്രമാണ്. ഈ യജ്ഞചക്രത്തിൽ നാം ബുദ്ധിപൂർവം പങ്കാളികളാവണം. നമുക്ക് അറിവ് പറഞ്ഞു തരാനേ പുസ്തകങ്ങൾക്ക് സാധിക്കുള്ളൂ, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ സാധിക്കുള്ളൂ. തിരിച്ചറിവ് നമുക്കില്ലാതെ പോയാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമായിരിക്കും. ഇന്ന് മനുഷ്യന് ധാർഷ്ട്യത്തിൽ ജീവിക്കാൻ എനിക്കെല്ലാം അറിയാം, എന്തു വന്നാലും നേരിടാം. പക്ഷേ കോവിഡിന് മുന്നിൽ തല കുനിച്ചു പോയില്ലേ? തല കുനിക്കില്ല, നാം തകർന്നു പോയില്ലേ? ഈ കോവിഡ് എത്ര പേരുടെ ജീവിതം കൊണ്ടാണ് പോയിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് അതിൽ നിന്നെങ്കിലും നമ്മൾ പഠിക്കണ്ടേ? ഇനിയെങ്കിലും നമ്മുടെ ജീവിത രീതികളിൽ മാറ്റം വരണ്ടേ? ആഹാര രീതികളിൽ മാറ്റം വരണ്ടേ? എനിക്കറിയുന്ന ചില ആളുകളുണ്ട്, തണുത്ത വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. എന്നെ ഒരുപാട് കളിയാക്കും, ഓ ചുടുവെള്ളം മാത്രമേ കുടിക്കൂ സ്വാമി. ഞാൻ എപ്പോഴും ചുടുവെള്ളം കുടിക്കുന്നതുകൊണ്ടായിരിക്കാം അവരെന്നെ കളിയാക്കാറ്. എന്ന് വെച്ചാൽ എന്തോ നമ്മളൊന്ന് ഈ തണുത്ത വെള്ളം, അതാണത്ര ഇന്നത്തെ ഫാഷൻ. തണുത്ത വെള്ളം കുടിക്കുന്നവരാ. ഐസ്ക്രീം, ഞാൻ ഐസ്ക്രീം കഴിക്കാറില്ല, കാരണം എൻ്റെ തൊണ്ടയ്ക്ക് അത് പ്രശ്നം ഉണ്ടാക്കും. കാരണം എനിക്കറിയാം എൻ്റെ ശരീരം എനിക്ക് ഒരു ആയുധനമാണ്, ഇതിന് എൻ്റെ യാത്രയ്ക്ക് അതൊരാവശ്യമാണ്. അതുകൊണ്ട് അത് എനിക്ക് കുഴപ്പമുണ്ടാക്കുന്ന സാധനമൊന്നും അങ്ങോട്ട് കൊടുക്കില്ല. ഒരു യജ്ഞം, ആ ഭാവന വേണം. എന്നാൽ ഈ പറയുന്ന ടീമുകളൊക്കെ കോവിഡ് വന്ന് അനുഭവിച്ച നരകം ഞാൻ കാണണ്ടായി. അപ്പോൾ അവരെന്നോട് തിരിച്ചു പറഞ്ഞെന്താ അറിയോ? ഇതൊക്കെയാണ് ജീവിത രീതികളെന്ന്
ആരും പറഞ്ഞു തന്നില്ല. ഇപ്പം ചുടുവെള്ളം കുടിക്കണം, ഇപ്പം ഐസ്ക്രീമൊന്നും വേണ്ട, കാരണം അതൊക്കെ അപകടമാണ് എന്നൊക്കെ പറയുമ്പോൾ രണ്ട് എക്സ്ട്രീമാണ്. ഒന്നുകിൽ അത് അമിതമായി കഴിക്കുക, അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുക. എന്നാൽ എല്ലാറ്റിനും ഒരു നിയന്ത്രണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എപ്പോഴെങ്കിലും ഒരു തണുത്ത വെള്ളം കുഴപ്പമില്ല, എപ്പോഴെങ്കിലും ഒരു ഐസ്ക്രീം കുഴപ്പമില്ല. ഇത് ദിവസവും ഓരോ വീടുകളിലൊക്കെ പോയി നോക്കൂ നിങ്ങൾ, ദിവസവും ഐസ്ക്രീമും ദിവസവും ജ്യൂസും, അതും ഈ സാധാരണ വീട്ടിലുള്ള ഫ്രൂട്ട്സൊന്നും അടിച്ച് കൊടുക്കുന്നതല്ല, എല്ലാം പല പല കെമിക്കലൊക്കെ ഇട്ട് വരുന്ന ജ്യൂസുകളുണ്ടല്ലോ, ടാങ് എന്നൊക്കെ പറഞ്ഞ പല പേരുകളിലുള്ളത്. ഇതൊക്കെ ഇങ്ങനെ കലക്കി കൊടുക്കുക കുട്ടികൾക്ക്. എന്നിട്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിത രീതികൾ, ഞങ്ങൾ വളരെ മോഡേൺ ആണെന്ന്. കൊലക്കി കൊടുക്കരുത്. മഹാക്രൂരതയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. കാരണം ഈ മഹാവ്യാധിക്ക് നിങ്ങൾ അനുകൂലമായൊരു ശരീരം ഒരുക്കി കൊടുക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഈ കോവിഡിൽ നിന്നെങ്കിലും നമ്മൾ പഠിക്കൂ, ഏത് ശരീരത്തിലാണ് കോവിഡ് നിൽക്കുന്നതെന്ന്. അതിന് കുറേ നമ്മൾ മരുന്നും വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് കാര്യമില്ല. ആ കോവിഡിൽ നിൽക്കാൻ പറ്റാത്തൊരു പരിതസ്ഥിതി ശരീരത്തിൽ ഉണ്ടാവണമെങ്കിൽ ഇതിൽ എന്തുണ്ടാവരുത്, എന്തൊക്കെ ഉണ്ടാവണം അന്വേഷിച്ച് പിടിക്കൂ. ഇന്നിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. മനസ്സിലാക്കൂ, കുട്ടികളെ ആ രീതിയിൽ ശീലിപ്പിച്ചെടുക്കൂ. അല്ലെങ്കിൽ അകായൂരിന്ദ്രിയാരാമ, ഇന്ദ്രിയാരാമന്മാരായി നാം ജീവിച്ചാൽ, നാക്കിൻ്റെ സുഖത്തിന് വേണ്ടി നാം എല്ലാം വാരി അങ്ങനെ വിഴുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മോഹം പാർത്ഥ സജീവതി, ഈ ജീവിതം മോഹമായിത്തീരും. ഇത് വെറും ഒരു പുകയായി പോവും. ഇത് ജീവിതം കൈവിട്ടു പോവും. ആ ഒരു ജീവിതത്തിൻ്റെ നല്ല സമയത്ത് പൊലിഞ്ഞു പോകും. പണ്ടൊരു അമ്മയുടെ ഒരു പാട്ട് കേട്ടില്ലേ, അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടു കണ്ണീർ. ഒരമ്മമാരുടെയും കണ്ണിൽ ചുടുകണ്ണീർ വീഴാതിരിക്കട്ടെ. അതിനുള്ള വിവേകം ഭഗവാൻ കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. യജ്ഞത്തെ അനുസരിക്കൂ. ശരീരം അതിന് ആരോഗ്യം നിലനിർത്താൻ എന്താണോ വേണ്ടത് അത് കൊടുക്കുക. അമിതമായതിനെ പുറത്ത് കളയാനുള്ള ജീവിത രീതികളൊക്കെ ശീലിക്കുക. രാവിലെ നേരത്തെ എണീക്കണം, കുറച്ച് യോഗ പ്രാക്ടീസ് ചെയ്യണം, സൂര്യ നമസ്കാരം ചെയ്യിക്കണം കുട്ടികളെ കൊണ്ട്. എൻ്റെ കുട്ടികൾ ചെയ്യില്ല, വേണ്ട, എൻ്റെ കുട്ടിക്ക് ഇത് മാത്രമേ ഇഷ്ടമുള്ളൂ. അങ്ങനെ കൊലയാണതൊക്കെ ഓർമ്മിപ്പിക്കാനല്ലേ പറ്റുള്ളൂ, പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ. ശീലിക്കേണ്ടത് നമ്മുടെ അല്ലേ. ഇതൊക്കെ നോക്കൂ, 5000 വർഷം മുമ്പ് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് അനുസരിച്ചാൽ നമുക്ക് നല്ലത്. 5000 വർഷത്തെ ചരിത്രത്തിൻ്റെ ആ അറിവ് നമുക്ക് ഇനിയും തിരിച്ചറിവായി മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ജീവിതമാണ്. അതുകൊണ്ട് ഇതൊക്കെ എത്ര സത്യമാണ് ഞാൻ പറയണത് നോക്കൂ നിങ്ങൾ. ഞാനിതൊക്കെ പറയുന്നത് വെറും വിഡ്ഢിത്തരാണോ? നിങ്ങൾ തന്നെ പഠിച്ചു, നിങ്ങൾ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഈ സയൻറ്റിഫിക് ഡെവലപ്മെൻ്റ് എടുത്തു നോക്കൂ. ഞാൻ പറയണതിൽ എന്തെങ്കിലും അബദ്ധങ്ങളുണ്ടോ? ഈ പറയണൊക്കെ സത്യമാണോ? ഇതെല്ലാം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ ജസ്റ്റ് വ്യാഖ്യാനിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഭഗവാൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു യജ്ഞമാണ്, സഹവർത്തിത്വമാണ്, ഇതൊരു സഹകരണമാണ്, ഇതൊരു പാരസ്പര്യമാണ്, ഇതൊരു പരസ്പരം ചേർന്ന് പ്രവർത്തിക്കലാണ്. ശരീരം നമുക്ക് വേണ്ടത് തരുമ്പോൾ നാം ശരീരത്തിന് വേണ്ടത് കൊടുക്കണം. അമിതമായി എന്ത് കൊടുത്തോ അത് അപകടമാണ്. അമിതമായതിനെ നമ്മുടെ ശരീരത്തിൽ നാം ഒഴിവാക്കിയിട്ടില്ലയോ അതും അപകടമാണ്. അതുകൊണ്ട് നാം ഒരു വ്യക്തതയിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ അപകടങ്ങളില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഭഗവാൻ കൃഷ്ണൻ ഉറപ്പു തരുന്നു. തുടർന്ന് ഭഗവാൻ പറയുന്നു, ആരുടെ ജീവിതത്തിലാണ് ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കുക? അടുത്ത ശ്ലോകത്തിൽ അത് പറയുന്നു. ആ ശ്ലോകം നമുക്ക് വായിക്കാം, അതിൻ്റെ വ്യാഖ്യാനം അടുത്ത ക്ലാസ്സിൽ നോക്കാം. യസ്ത്വാത്മരതിരേവ സ്യാൽ ആത്മതൃപ്തശ്ച മാനവാം ആത്മന്യേവാത്മനാ തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. അതിഗംഭീരമായ ശ്ലോകമാണ്. ആർക്ക് ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോവാം? ആർക്ക് ജീവിതത്തെ ആരോഗ്യത്തോടെ കൊണ്ടുപോവാം? ഈ ഒരു ശ്ലോകം അതിനുള്ള ഉത്തരം തരികയാണ്. എന്താണ് അതിനുള്ള ഉത്തരം? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.